we are back again. My name is Sundar. My name is Shweta. And it's time for Dominic and the ladies' purse. The climax part. Let's see. कार्तिक की बॉडी मिलती है और पूजा कुछ पता लगता है कि नहीं. Yeah. Let's watch. Let's watch it. Bike मिला. Bike. Sir, bike കിട്ടി അവിടുന്നാണ് സർ. ആ അറ്റത്ത് അവിടെ കല്ല് കെട്ടി താഴ്ത്തിയ പോലെ ഒരു ബോഡി ഉണ്ടെന്ന് പറഞ്ഞു. Body tied with stones. സർ പ്രകാശ് പറയുന്ന കള്ളമാണ് സർ. അത് Oh, it's Pooja. Sir, this is female, sir. Pooja. Oh God. Sir, എന്തൊക്കെയായി നടക്കുന്നത്? What is happening? This case of the lady's purse is now wide open. എനിക്ക് തോന്നുന്നത് ആർത്തിക്കിന് എന്ത് സംഭവിച്ചു എന്ന് പൂജയ്ക്ക് അറിയാമായിരുന്നിരിക്കും. അതുകൊണ്ടായിരിക്കും പ്രകാശും ടോണിയും അവരെ കൊന്നത്. ഇത് ചെയ്തത് പ്രകാശും ടോണിയൊന്നുമല്ല. അല്ലെങ്കിൽ പ്രകാശിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് നമ്മൾ ഈ ലേക്ക് സെർച്ച് ചെയ്യാൻ പോകണമെന്ന് അറിഞ്ഞ ആരെങ്കിലും പൂജയുടെ ബോഡി ഇവിടെ കൊണ്ട് ഇട്ടതായിക്കൂടെ? No chance. Don't be silly. പൂജയുടെ അമ്മയെ കാര്യങ്ങൾ അറിയിക്കണ്ടേ? ഈ ബോഡി ഐഡന്റിഫിക്കേഷൻ പ്രോസസ് ഒക്കെ അവരിത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും? സ്വാമി പറയും. ആ നമ്പറുകളുടെ കോൾ ഡീറ്റെയിൽസ് അയച്ചിട്ടുണ്ട്. ഈ നമ്പറുകൾക്കിടയിൽ കോൾസ് ഒന്നും ഇല്ല. ആദ്യത്തെ നമ്പർ 2021 ഡിസംബർ 31 മുതൽ ആക്റ്റീവ് അല്ല. രണ്ടാമത്തെ നമ്പർ മുമ്പേ എടുത്ത് യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഈ നമ്പറുകളൊന്നും ഡൊമിനിക് പറയുന്ന സ്ഥലങ്ങളിൽ യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ സ്വാമി. സർ, സ്വാമി ആരുടെ ഫോൺ നമ്പറിനെ കുറിച്ചാണ് സംസാരിച്ചത്? ट्रिकी हो गया केस पूरा अभी. Actually. സാറ് സ്മോക്ക് ചെയ്യുമല്ലേ? Dominic, is it bad news? വെരി ബാഡ് ന്യൂസ്. ലേക്കിൽ നിന്ന് ബോഡി കിട്ടി. പൂജയുടെ. അയ്യോ എന്റെ ദൈവമേ, ആ കുട്ടി സൂയിസൈഡ് ചെയ്തതാണോ? No. Murder. ഓ ഗോഡ്, നീ ഇനി എന്താ ചെയ്യാൻ പോണേ? Now I don't have a choice. I will find the killer. ഹലോ. ഡൊമിനിക്കാണ്. അന്ന് അതായത് ജനുവരി 10 പൂജ കുറച്ച് ഫോർവേഡ്സ് അയച്ചെന്ന് പറഞ്ഞില്ലേ? അതെനിക്കൊന്ന് അയച്ചു തരുമോ? ശരി സാർ. ഓക്കെ. फॉरन में कुछ मिले शायद. സാർ, പൂജയുടെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. Oh. Okay. Pooja sent this to her mother. No
बोला ना कुछ तो गड़बड़ है उसका। वो बहन वाला ना। ये वर्कर भी है ना। കാർത്തിക്കിന് നന്ദിത എന്നൊരു സിസ്റ്ററുള്ള നീ നന്ദിതയെ മീറ്റ് ചെയ്യാതിരിക്കാനായിരിക്കോ പൂജ അവര് കൊന്നത്? സർ ഇനി ഇനി നന്ദിതയായിരിക്കും നെക്സ്റ്റ് ടാർഗറ്റ് സർ. നീ കാണുന്ന അതായിരിക്കും, പക്ഷെ ഞാൻ കാണുന്ന അതല്ല. പൂജ ഇവിടെ വന്നിട്ടുണ്ട്. ദാറ്റ്സ് വൈ വി ആർ ഹിയർ. ഹലോ, കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഈ പെൺകുട്ടിയെ ഇവിടെ കണ്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ ഇവിടെ? ഞാൻ പണ്ട് വന്നൊക്കെ ഈ കുട്ടികളുടെ കൂടെ ഉള്ളതാണ്. കാർത്തിക എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. മോൻ പോയ പിന്നെ ഇപ്പൊ നന്ദിത മോളെ കൂടെ. എന്താ നിങ്ങളുടെ പേര്? രാമേന്ദ്രൻ. അപ്പൊ ഈ പെൺകുട്ടി നിങ്ങൾ കണ്ടിട്ടേ ഇല്ല? ഇല്ല. Okay. ലേക്കിൽ നിന്ന് കാർത്തിക്കിന്റെ ബോഡി കിട്ടിയില്ല. നിങ്ങൾ ലേക്ക് മുഴുവൻ നോക്കിയില്ലേ? ഇനി ലേക്കിന്റെ അടിയിലെങ്ങാനും റെമിനൻസ് No, we didn't find anything. ഉണ്ടാവും അല്ലേ? എന്നെങ്കിലും ഒരിക്കൽ എന്റെ അടുത്തേക്ക് തിരിച്ചു വരുമായിരിക്കുമല്ലേ മിസ്റ്റർ ഡൊമിനിക്? ഞാൻ പറഞ്ഞില്ലേ, ഒരു ദിവസം ആശാനിക്ക് വരും. Don't lose hope. Yeah, I'm hopeful. Sorry. We should celebrate his birthday. Myself. ये थोड़ी ऑफ लग रही है मेरे को। Please come. Assistant വന്നില്ലേ? Please sit. नहीं some ओ तेरी I'm so happy. Basil, you must have this. You made it? अच्छा ये वो वाला बंदा है। ശുഭകാര്യങ്ങൾക്ക് മുമ്പ് അല്പം മധുരം കഴിക്കുന്നത് നല്ലതാ. बाप रे वाह। കഴിക്കൂ. ഷുഗറാണ്, അതുകൊണ്ട് പായസം കൊണ്ട് അധികം കഴിക്കാറില്ല. ഒരു തുള്ളി. खाया नहीं है। Happy birthday to Karthik. നന്ദിതയുടെ ബർത്ത്ഡേ എന്നാണ്? January 1st. Dominic and September 13th. How old are you? If I may ask. 25. 15ാമത്തെ വയസ്സിൽ നന്ദിതയ്ക്ക് ഒരു ഹാർട്ട് സർജറി ഉണ്ടായെന്ന് പറഞ്ഞിട്ടില്ലേ? അതിനുശേഷം നാഗർകോവിൽ തന്നെ ചന്ദ്രശേഖർ മാമിയുടെ കൂടെ. കാണാൻ പറ്റിയില്ല. ഞാൻ ആ നമ്പർ ഒരു കടയിൽ ഏൽപ്പിച്ചിട്ടുണ്ട്, തിരിച്ചു വിളിക്കാം. എത്ര നാൾ ഉണ്ടായിരുന്നു നാഗർകോവിലിൽ? അതൊരു 4-5 വർഷം. അതിനുശേഷം കൽക്കത്ത. എത്ര വർഷം? അതൊരു 3 വർഷം ഡാൻസ് ട്രെയിനിങ്. അതിനുശേഷം 2 വർഷമായി ഇവിടെ. ബംഗാളി അറിയോ? ഓ യെസ്. കേൾക്കട്ടെ. അതിന് ഡൊമിനിക്കിന്റെ ബംഗാളി അറിയുമോ? ও আমি কলকাতায় 3 বছরের জন্য ছিলাম। কাজ চালাবার মতো বাংলা শিখেছি।
ও হো 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 এখন আপনি আমার বিশ্বাস করে আচ্ছা বাংলায় দরকার আমার আরেকটা প্রশ্ন আছে। ও হো হো হ্যাঁ বলুন জিজ্ঞেস করুন Is this an interrogation? Yes. Why? ഈ സമയങ്ങളിലൊന്നും ഒരു കൽക്കട്ട നമ്പറിലേക്കും കാർത്തിക് വിളിച്ചിട്ടുമില്ല. So? ഇത്രയും ഗാഢമായി സ്നേഹിക്കുന്ന രണ്ട് സഹോദരങ്ങൾ തമ്മിൽ ഇക്കാലം അത്രയും ഫോണിൽ പോലും സംസാരിച്ചിട്ടില്ല. Doesn't it look strange? I have never used a phone. ഈ അടുത്ത യൂസ് ചെയ്ത് തുടങ്ങിയത്. അതെ, കൃത്യമായി പറഞ്ഞാൽ 2022 ജനുവരി 1 മുതൽ. അതുകൊണ്ട് നന്ദിത കാർത്തികിനോട് സംസാരിക്കാറേ ഇല്ല. പക്ഷേ അങ്ങനെ ഫോണിൽ കൂടെയല്ല. ആ സമയം ഞങ്ങൾ പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. മുംബൈ, ചെന്നൈ, മധുരൈ അങ്ങനെ. You can check. ലാസ്റ്റ് കണ്ടപ്പോൾ ആ ഫോട്ടോ എടുത്തത്. നന്ദിത കൽക്കട്ടയിൽ എവിടെ താമസിച്ചിരുന്നത്? അവിടെ പരിചയമുള്ളവരുടെ കുറച്ച് ഡീറ്റെയിൽസ് തരാം. Yeah, sure, I can give you some names. Give me some numbers and names. Oh. ഇതൊക്കെ ചോദിക്കാൻ നിങ്ങൾക്ക് എന്താ അധികാരം? This feels like harassment, Mr. Dominic. You're not even a police officer. ഞാനപ്പോ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യണോ? നമ്മൾ രണ്ടുപേരും ഇപ്പൊ ചെയ്യേണ്ടത് അതാണ്. പക്ഷേ പോലീസ് വരാതിരിക്കുന്നതാണ് ഇപ്പോ നന്ദിതയ്ക്ക് നല്ലത്. അപ്പോ ഞാനൊരു കൊല ചെയ്തിട്ടുണ്ടെങ്കിലും ഡൊമിനിക് ആണെങ്കിൽ എന്നെ വെറുതെ വിടുമോ? അത് നമുക്കപ്പോ നോക്കാം. അല്ല, what's the concern, Mr. Dominic? 15 വയസ്സിന് ശേഷമുള്ള നന്ദിതയെ കുറിച്ച് ഒരു റെക്കോർഡ്സ് ഇല്ല. Till Karthik disappears. നന്ദിതയെ ആരും കണ്ടിട്ടില്ല, including your neighbor. But that's my concern. Something doesn't add up. Mr. Dominic, you're completely on the wrong track here. No. He's on same track. ഇന്ന് പൂജ ഇവിടെ വന്നിരുന്നു. ഇവിടെയോ? Yes. No. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതുവരെ പൂജയെ കണ്ടിട്ടില്ല. ഞാൻ പൂജയുടെ അമ്മയെ കണ്ടിരുന്നു. അവർ പറഞ്ഞതനുസരിച്ച് പൂജ ഇവിടെ വന്നത് കാർത്തികിന്റെ സഹോദരി നന്ദിതയെ കാണാനാണ്. She has sent your dance videos to her mother. ഇവിടെ ആരും അത് വന്നിട്ടില്ല, മിസ്റ്റർ ഡൊമിനിക്. അങ്ങനെ വേണമെങ്കിലും എന്റെ വീഡിയോസ് അമ്മയ്ക്ക് സെൻഡ് ചെയ്യാമല്ലോ. പൂജയുടെ ബോഡി ഇന്ന് രാവിലെ അലിയേക്കുന്ന കിട്ടി. What? Oh my God. No. She's playing. She is good. She's what I'm actually asking you. playing. അതാണോ പൂജ ഇവിടെ വന്നോ എന്ന് ചോദിച്ചത്? Am I a suspect? ഞാൻ പൂജയെ എന്തെങ്കിലും ചെയ്തെന്നാണോ ഡൊമിനിക് വിചാരിക്കുന്നത്? മിസ്റ്റർ ഡൊമിനിക്, 2 വർഷമായി എന്റെ ചേട്ടൻ ജീവനോട് ഉണ്ടോ അതോ മരിച്ചു എന്ന് പോലും അറിയാതെ കാത്തിരിക്കുകയാണ് ഞാൻ. അതുപോലെ പൂജ ജീവനോട് ഉണ്ടാവേണ്ടത് എന്റെ കൂടെ ആവശ്യമല്ലേ? എന്റെ ചേട്ടൻ എവിടെ ഉണ്ടെന്ന് ആ കുട്ടിക്ക് അറിയാമെന്നല്ലേ മിസ്റ്റർ ഡൊമിനിക് പറഞ്ഞത്? Why would I kill her? Maybe അന്ന് രാവിലെ അവൾ ഇങ്ങോട്ട് പുറപ്പെട്ട് കാണും. 10th ജാനുവരി ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ How come she knows about 10th January? उसने कभी बोला ही नहीं. 10th ജനുവരി എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. മിസ്റ്റർ ഡൊമിനിക് പറഞ്ഞല്ലോ ആദ്യം വന്നപ്പോ. ജനുവരി 9 തീയതി രാവിലെ വീട് വിട്ടിറങ്ങുന്നു. മിസ്റ്റർ ഡൊമിനിക്, പ്ലീസ്. ஹலோ டொமினிக். ஹலோ சார், நான் சந்திரசேகர். நீங்கள் நாகர்கோவில் வந்திருந்தீங்க, கார்த்திகை பற்றி கேட்டீங்கன்னு சொன்னாங்க. ஹலோ சார், ஐ மீன் வாண்டிங் டு டாக் டு யூ. Tell me சார், கார்த்திக் என்னாச்சு? കാർത്തിക് കഴിഞ്ഞ 2 വർഷമായിട്ട് മിസ്സിംഗ് ആണ് സാർ. ഓ, പുള്ളിയെ കണ്ടുപിടിക്കാൻ വേണ്ടി എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ സാറിനെ വിളിച്ചത്. நான் கார்த்திகை பார்த்து பேசி ஒரு 3 வருஷம் இருக்கும். என்னாச்சுன்னு தெரியலையே. என்ன சொல்றது, என் ட்ராமா ட்ரூப்ல
அப்பா அம்மா சின்ன வயசுலேயே இறந்து போயிட்டாங்க. அதுக்கப்புறம் அவங்க எல்லாமே அவன் தங்க நந்திதா தான். பாவம், அவளும் சின்ன வயசுலயே போயிட்டான். அப்புறம் கார்த்திக்கு அவன் அவ்வளவே இல்லை சார். ഓക്കെ கார்பரேட் ஷீட் நடந்திருக்குமா? ആര് എവിടെ പോയെന്നാണ് സാർ പറയുന്നത്? അവൻ തങ്കച്ചി സാർ, നന്ദിത. എവിടെ പോയി? ഇറந்து പോയിട്ടാ സാർ. സാർ മനസ്സിലായില്ല സാർ. ഷീ ഈസ് നോ മോർ. ഷീ ഹാഡ് എ സിവിയർ ഹാർട്ട് ഇഷ്യൂ. ഷീ ഡിഡ്ന്റ് സർവൈവ് ദാറ്റ്. സാർ, ഞാൻ നന്ദിതയുടെ കൂടെ അവരുടെ വീട്ടിൽ നിൽക്കുകയാണ്. Then you must be in heaven, Mr. Dominic. ஏனா அவர் ஏஞ்சல். அப்படி ஒரு பொண்ணா 15 வயசுல செத்து போயிட்டா சார். அவளை ஃபீவர் கூட கார்த்திக் வரவே இல்லைங்க சார். அவள் செத்துட்டான்னு அவன் இன்னைக்கு வரைக்கும் நம்பல, ஒத்துக்கவும் மாட்டான். அப்போ அவனுக்கு ஒரு 19 வயசு இருக்கும். கார்த்திக் ரொம்ப சாஃப்டா சார், ஒரு பெண் தன்மை உள்ள ஒரு ஆள். எஃபெமினிட்டே இருப்பான். ஆஃப் ஸ்டேஜ் நிஜ வாழ்க்கையில் நான் சொல்றேன், அங்கேயும் ஒரு பயங்கரமான ஆக்டர் சார். ஆனால் ஸ்டேஜில் அவன் ஃபீமேல் கேரக்டர் விரும்பி எடுத்து ப்ளே பண்ணுவான் சார். ഇപ്പം കൊച്ചൊക്കെ ദിവസം പ്രതി നല്ല സുന്ദരിയായിക്കൊണ്ടിരിക്കുകയാണല്ലോ. 31 ഡിസംബർ രാവിലെ ഞാൻ കാർത്തികനെ അവിടെ കണ്ടിരുന്നു. പിറ്റേന്ന് ന്യൂ ഇയറിന്റെ അന്ന് ആ സ്ത്രീയെ ഞാൻ അവസാനം അവനെ കാണാൻ നന്ദിത ഇങ്ങോട്ട് വന്നത്. കാർത്തിക് അയാളുടെ കയ്യിൽ ഇതിലോ കുറെ കാശ് വാങ്ങിയിട്ടുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്നപ്പോഴൊക്കെ ഞാൻ തിരിച്ചു കൊടുത്തു. 18,76,000. எங்களுடைய பொன்னியின் செல்வன் जो अभी नंदिता है ना वही है। फेस देखना। अरे वो लड़का कार्तिक है, वो कार्तिक फीमेल कैरेक्टर करता था. അതാരാണെന്ന് എനിക്ക് ഇപ്പോഴാണ് സാർ മനസ്സിലായത്. I'll call you back, sir. ഡിഡക്ഷനിൽ 20% എറർ ഉണ്ടാവുമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ബട്ട് ദിസ് ടൈം ഇറ്റ് ഈസ് നോ കോൺസെൻട്രേഷൻ. ഐ ആം ഡിസപ്പോയിന്റഡ് വിത്ത് മൈസെൽഫ്. എന്ത് പറ്റി മിസ്റ്റർ ഡൊമിനിക്? ഞാൻ എല്ലാവരും. പക്ഷേ 10-25 വർഷം നീ കൊണ്ടു നടന്ന ഒരു പുരുഷന്റെ മുഖം സ്ത്രീയാകാൻ വേണ്ടി നീ വലിച്ചെറിഞ്ഞു. റെസ്പെക്ട്. നിന്നെ ആദ്യം കണ്ടപ്പോഴേ വാസ് ഡ്രോൺ ടു യു, ഡിസ്ട്രാക്റ്റഡ് ബൈ യു. സ്റ്റിൽ ഐ. ഒരുപക്ഷെ നീ തന്നെയാണ് കാർത്തിക് എന്ന് അന്നേ നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ പൂജയെ കണ്ടെത്തുമായിരുന്നില്ല. ഞാൻ തിരിച്ചു പോയല്ലേ. പക്ഷെ എന്തുകൊണ്ട് നീ അത് പറഞ്ഞില്ല? ബിക്കോസ് യു ഹാഡ് സംതിങ് മോർ ടു ഹൈഡ്. പൂജ, യു കിൽഡ് പൂജ. Why? कार्तिक है, कार्तिक ने चेंज कर लिया खुद को पूरा. नंदिता, ना नंदिता, कार्तिक इला. वो फीमेल एक्ट करता था, ये फीमेल बनी गया. സ്ത്രീയായി മാറിയ നീ അന്നത്തെ ആക്സിഡന്റ് പോലും നീ വളരെ സമർത്ഥമായി ഉപയോഗിച്ചു. നന്ദിത മരിച്ചിട്ടില്ല ഡൊമിനിക്, കാർത്തിക് ആണ് മരിച്ചത്. നീ ആ ലേക്കിന്റെ അടിയിൽ പോയി നോക്ക്, അവിടെ എവിടെയെങ്കിലും കാർത്തിക് കാണും. നീ പൂജയോട് ഒന്നും പറഞ്ഞില്ല. ആൻഡ് ഷി ഹാഡ് നോ ഐഡിയ. ഞങ്ങളെ പോലെ അവൾ ഇവിടെ വന്നു. സംതിങ് ഹാപ്പൻഡ് ആൻഡ് യു കിൽഡ് ഹർ. അവൾ കാർത്തിക്കിനെ വീണ്ടും വീണ്ടും എന്റെ ചെവിയിൽ പറഞ്ഞുകൊണ്ടിരുന്നു, ഈ ചീവിടൊക്കെ കറിയില്ലാതെ പോലെ. அதனால நான் அவளை கொன்னேன். ഇനി ഒരിക്കൽ കൂടി ഞാൻ ജീവനോടെ ഇല്ലെന്ന് പറഞ്ഞാൽ നിന്നെയും കൊല്ലും ഡൊമിനിക്. നന്ദിത ജീവിച്ചിരിപ്പില്ല.
बाबा रे बाबा अरे go inside. अयो बाबा छोड़ी नहीं रही है भाई वो लड़का ही है ना, हाँ, चेंज कराया खुद को। अरे बाबा रे बाबा നന്ദിത സാഗലടാ നാന്ദടാ നന്ദിത എന്താ സാർ പോലീസിനെ ആംബുലൻസിനെ വിളിക്കുക. I'm going to die. I'm going to die. बाबा रे बाबा डेंजर थे वे। ഞാൻ എന്നും എപ്പോഴും എന്നും നോക്കിക്കണ്ടിരുന്നത് ഒരു പെണ്ണായാണ്, തികഞ്ഞ ഒരു സ്ത്രീയായി. എൻ്റെ ലോകം, എൻ്റെ എല്ലാമെല്ലാം എൻ്റെ പെങ്ങളായിരുന്നു. ചെറുപ്പത്തിലെ വിട്ടുപോയ അമ്മ, വെറുപ്പ് മാത്രം തന്നിരുന്ന ഒരു അച്ഛൻ. கார்த்திக் என்ன பண்ற நீ? ஒரு ஆம்பளை பொம்பளை புரியுதா? ஒன்று என்ன பொண்ணுங்க மாதிரி பண்ணிக்கிட்டு ഒരു ആണാവാൻ ഞാൻ ശ്രമിക്കാനിട്ടല്ല, കഴിഞ്ഞില്ല. ഒരു സ്ത്രീ ആവാനാണ് എൻ്റെ ജന്മം. ओ എൻ്റെ സഹോദരിയായി മാറാനാണ് എൻ്റെ തീരുമാനം. എന്നിലൂടെ ജീവിക്കാനാണ് അവളുടെ നിയോഗം. ഇതാണ് എൻ്റെ വ്യക്തിത്വം. അതിന് മങ്ങലേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ആര് ये भी बताना चाहिए था कि लोग पकड़े गए ഇതാണ് ആ വീട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എന്നും ഒരു ക്രൈം നടന്നതിന് ശേഷമാണ് ഞാൻ അവിടെ എത്തിച്ചേരാറ് പതിവ്. പക്ഷേ ഇവിടെ മരണം എൻ്റെ തോളോട് തോൾ ചേർന്ന് നടക്കുകയായിരുന്നു. പല ഘട്ടത്തിലും എൻ്റെ ജീവൻ പോലും പണയപ്പെടുത്തി കൊടും വിഷത്തിൽ നിന്നും കത്തിമണയിൽ നിന്നും ഞാൻ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. മദ്യപാനിയായ അച്ഛൻ, ശല്യക്കാരനായ പലിശക്കാരൻ, ഒരു പാവം പെൺകുട്ടി, ഇവർക്ക് ശേഷം അവൾ കണ്ടെത്തിയ ഇര ഞാനായിരുന്നു. ബട്ട് ഒബ്സർവേഷൻ ആൻഡ് കോൺസെൻട്രേഷൻ, ഇവ രണ്ടും എൻ്റെ രക്ഷ കിട്ടി. ഇതിനെല്ലാം ഉപരി നിർണായകമായ ആ സമയത്ത് ദാറ്റ് അൺലേഷ്ഡ് ദ ബീസ്റ്റ്. ഒടുവിൽ ഞാൻ കുത്തേറ്റി വീഴുമ്പോൾ ഓടിയെത്തിയ അസിസ്റ്റന്റിനോട് ബോധം അറിയും മുമ്പേ ഞാൻ പറഞ്ഞതും അതായിരുന്നു, എന്നെ വിട്ടേക്കൂ, അവൾ രക്ഷപ്പെടരുത്. But luck was in her favor. Go, Dominic, go. നടക്കാൻ
പോകുന്ന ഘോര സംഭവങ്ങളുടെ മുന്നോടി എന്നതുപോലെ മൂടിക്കെട്ടിയ അന്തരീക്ഷം. ഒടുവിൽ എൻ്റെ ഇൻറ്റ്യൂഷൻസ് എന്നെ അവളുടെ മുന്നിലെത്തിച്ചു. മേശപ്പുറത്ത് അലക്ഷ്യമായിട്ടിരുന്ന ആൽബത്തിൽ യാദൃച്ഛികമായി കണ്ട മുഖസാദൃശ്യങ്ങൾ, പഠിച്ചുറപ്പിച്ചു വെച്ച കള്ളങ്ങൾ പറയുമ്പോഴുള്ള അവളുടെ ഈസിനെസ്, അതെല്ലാം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. മരിച്ചാലും കീഴടങ്ങില്ല എന്നുള്ള എൻ്റെ മനസ്സിന്റെ ഉറപ്പും എങ്ങനെയും മിഷൻ പൂർത്തിയാക്കണമെന്നുള്ള അഭിമാനം. ഞാൻ അവരോട് വന്നു. പോസ്റ്റർ കണ്ടിട്ട് സാറിന്റെ അസിസ്റ്റന്റ് ആവാൻ വേണ്ടി വന്നേ. ഞാൻ അസിസ്റ്റന്റ്, ഞാനാണ് മെയിൻ. അങ്ങോട്ട് പറയുന്നു. അതെ, ഇവിടെ ഒരാളിരിക്കുന്നുണ്ടല്ലേ? സർ, ഇവിടെ ക്രൗഡ് മാനേജ്മെന്റ്. സർ, ക്രൗഡ്. ഓക്കെ. इधर है. മരിച്ചാലും കീഴടങ്ങില്ല എന്നുള്ള എൻ്റെ മനസ്സിന്റെ ഉറപ്പും എങ്ങനെയും മിഷൻ പൂർത്തിയാക്കണമെന്നുള്ള നിർഭാഗ്യവാനായ ഏതോ ഒരു ചെറുപ്പക്കാരൻ. ഇവിടെ വെച്ചാണ് ആ പാവം പെൺകുട്ടിക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടത്. And this is where I saw her last. I'm sorry to say, Pooja, may your soul rest in peace. Don't forget to subscribe and hit the bell icon. That's what. मजा आ गया यार. This is what you call a Malayalam movie. Full time. Absolutely हम यार. कार्तिक को ढूंढ रहे थे, कार्तिक सामने ही था. वो पता ही नहीं चला ना. उसका बचपन से लड़की बनने का शौक था. वो उसकी बहन मर गई तो उसने उसकी आइडेंटिटी टेक ओवर कर ली रे. बाबा रे बाबा. वो I thought it was a fishy, but ये नहीं पता था he is a male. भाई वो लड़की इतनी स्मार्ट, मतलब इतनी अच्छी दिखने वाली. like no. कोई भी धोखा खा जाए. हाँ भाई, कोई भी धोखा खा जाए. वो पुलिस वाले खुद बोल रहे थे ना कि she is like She's getting younger day by day. बाबा रे बाबा. जबरदस्त है एकदम. मजा आ गया यार. क्या पिक्चर था. फुल ऑन. चढ़े जा रही है. मारे जा रही है भाई. जबरदस्त था. वाह, व्हाट अ मूवी. मजा आ गया. Very nice. Awesome movie, yaar. So let's wait for more guys. Meanwhile, take care. Bye bye.